ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പിതൃസ്വത്ത് പങ്കിടുന്നത് സംബന്ധിച്ച് രണ്ട് സഹോദരന്മാർ തമ്മിൽ വല്ലാത്ത തർക്കമായിരുന്നു. തർക്കം മൂത്തപ്പോൾ അവരിൽ ഒരാൾ യേശുവിൻ്റെ പക്കലെത്തി. താനും തൻ്റെ സഹോദരനുമായി സ്വത്ത് പങ്കിടുന്നതിൽ യേശുവിൻ്റെ സഹായം തേടുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. അയാൾ തൻ്റെ ആഗമന ഉദ്ദേശം അറിയിച്ചപ്പോൾ യേശു ഒരു ഉപമ പറഞ്ഞു. ധനികനായ ഒരു മനുഷ്യന് ഒരു വർഷം നല്ല വിളവ് കിട്ടി. ഗോതമ്പും മറ്റ് ധാന്യങ്ങളും കൊണ്ട് അയാളുടെ അറപ്പുരകൾ നിറഞ്ഞു കവിഞ്ഞു. തനിക്ക് ലഭിച്ച സൗഭാഗ്യമോർത്ത് അയാൾ സ്വയം പറഞ്ഞു, ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ചു പണിയും. എനിക്ക് ലഭിച്ച ധാന്യം മുഴുവനും പുതുതായി പണിയുന്ന അറപ്പുരകളിൽ ഞാൻ ശേഖരിക്കും. എന്നിട്ട് അവ കൊണ്ട് നിരവധി വർഷം ഞാൻ ജീവിതം ആസ്വദിക്കും. അപ്പോൾ ദൈവം അയാളോട് പറഞ്ഞു, വിഡ്ഢിയായ മനുഷ്യ, ഞാൻ ഇന്ന് നിന്റെ ജീവൻ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നവ കൊണ്ട് നിനക്കെന്തു പ്രയോജനം? ഈ ഉപമ പറഞ്ഞ ശേഷം യേശു തൻ്റെ ചുറ്റും കൂടി നിന്നവരോട് പറഞ്ഞു, ദൈവത്തിന് മുൻപിൽ ധനികരാകാതെ സ്വയം ധനികരാകുന്നവർക്ക് ഇങ്ങനെയാണ് സംഭവിക്കുക. ധനം സമ്പാദിക്കാനുള്ള മോഹം എല്ലാ മനുഷ്യരിലും കാണാറുണ്ട്. ചിലരുടെ കാര്യത്തിൽ ധനസമ്പാദനം ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ധനം സമ്പാദിച്ചിട്ട് നാം എന്തെങ്കിലും നേടുന്നുണ്ടോ? നാം സമ്പാദിക്കുന്ന ധനം കൊണ്ട് ജീവിതത്തിൽ സ്ഥായിയായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ധനത്തിൻ്റെ പിന്നാലെ പോയിട്ട് എന്തു കാര്യം? യേശു പഠിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ മുൻപിൽ ധനികരാകുവാനല്ലേ നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്കുള്ള ധനം പാവപ്പെട്ടവർക്കും ബലഹീനർക്കും വേണ്ടി പങ്കുവെക്കുന്നത് വഴിയാണ് നാം ദൈവത്തിൻ്റെ മുൻപിൽ ധനികരാകുന്നത്. 1 ശമൂവേൽ 2:7. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.